നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി യമൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഈ ജപ്പാനീസിലുള്ള ആളുകളുണ്ടല്ലോ, വെറും 4 മണിക്കൂറൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇത്രയും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് പകരം നമ്മൾ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഇറങ്ങി കഴിഞ്ഞാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഒരു ക്ഷീണം പോലെ, അന്നത്തെ ഒരു ദിവസം ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ശരീരമാകെ ഇങ്ങനെ വേദന, തളർച്ച എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക. പക്ഷെ ഇതേ സമയം ജപ്പാനീസിലത്തെ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടാണ് വളരെ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ആക്റ്റീവായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ആക്റ്റീവായിട്ട് അവർ ഇരിക്കുന്നതും. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളൊരു പ്രോ സ്ലീപ്പർ ആയിട്ട് മാറും. കാരണം ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന ജപ്പാനീസ് ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്ലീപ്പ്, ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയും ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു സ്ലീപ്പ് കിട്ടുകയും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളൊരു ആക്റ്റീവ് ആയിട്ട് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ക്ഷീണവും ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഹാബിറ്റ്സ് എന്ന് അറിയാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും നേരത്തെ പെട്ടെന്ന് കിടന്നുറങ്ങണം എന്നുള്ള രീതിയിലേക്കാണ് ബെഡിലേക്ക് പോവുക. പക്ഷെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് നല്ലൊരു തണുപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഉറക്കം തന്നെ വരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ജപ്പാനീസുകാർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഹാബിറ്റ് ആണ് കൂൾ ഡൗൺ യുവർ കേവ്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ജപ്പാനീസിൽ ഏകദേശം ഒരു 2000 വീടുകളിൽ കൂടുതലും ഒരു റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർച്ച് സ്റ്റഡീസിൽ അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, രാത്രി സമയങ്ങളിലാവുന്ന സമയത്ത് ജപ്പാനീസിലത്തെ ഓരോ വീടിന്റെയും ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 13 മുതൽ 17 ഡിഗ്രി സെൽഷ്യസ് അത്രയാണ് ഉണ്ടാവുക. ശരിക്കും പറയുന്നത് മനഃപൂർവ്വമാണ് അവർ വരെ റൂമിനൊക്കെ നന്നായിട്ട് കൂളാക്കി വെക്കുന്നത്. കാരണം നല്ലൊരു ബെറ്റർ സ്ലീപ്പ് കിട്ടാനായിട്ട് എപ്പോഴും റൂം ഇങ്ങനെ കൂളായിട്ടിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ റൂമിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 26, 25, 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവും. ആ ഒരു ചൂടത്ത് വേർത്ത് ഇങ്ങനെ ഒലിച്ചിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും എന്താണ് ഉറക്കം വരാത്തതെന്ന് തന്നെ. മാത്യു വോക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലത്തെ ടെമ്പറേച്ചർ രാത്രി സമയങ്ങളിൽ നമ്മുടെ ദിവസത്തിലുള്ള ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ റൂമിൽ നല്ലൊരു ചൂട് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനും കുറച്ചും കൂടി ആക്റ്റീവ് ആവേണ്ടി വരും, ഒന്ന് നമ്മുടെ ശരീരത്തിനൊന്ന് കൂളാക്കാനായിട്ട്. അപ്പോ ഒന്നും കൂടി ബ്രെയിൻ ഇങ്ങനെ എഫക്ട് എടുക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്ഷീണം പോലെ, ശരിക്കും ഒരു ഉറങ്ങി മതിയാവാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം, കിടക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് റൂമിനെ ഒന്ന് നന്നായിട്ട് കൂളാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂളാക്കാന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് ഇത്രയും ഡിഗ്രിയിൽ നമ്മൾ ഒന്ന് റൂമിനൊന്ന് കൂളാക്കി വെക്കുക. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ മുന്നേ ഒന്ന് എ സി ഓൺ ആക്കി ഇടുക. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവരും വീട്ടിൽ എ സി ഉണ്ടാവണം എന്നില്ല, ആ ഒരു സമയത്ത് നമുക്ക് ഫാൻ ഓൺ ആക്കി വെക്കുക. ഫാൻ ഓൺ ആക്കി വെക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാനും കൂടി ശ്രദ്ധിക്കണം, കാരണം ലൈറ്റിൽ നിന്ന് നല്ലൊരു ചൂട് കിട്ടും. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യുക, ഫാൻ ഒരു അരമണിക്കൂർ നന്നായിട്ട് കറങ്ങാനായിട്ട് വിടുക. അതുപോലെ നമ്മുടെ വീട്ടിലിപ്പോ ജനാലയും വാതിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം തുറന്നിടുക. അങ്ങനെയും പുറത്തുനിന്നുള്ള ഒരു കാറ്റ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റൂമിനെ ഒന്ന് കൂളാക്കി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സമയത്ത് എന്താ ഉണ്ടാവുക, നമ്മൾ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്കൊരു കുളിർമ കിട്ടും. അപ്പൊ നല്ലൊരു ഉറക്കത്തിനും അത് ചാൻസ് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജപ്പാനീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റ് ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതൊരു പുതിയൊരു കാര്യമല്ല, എല്ലാ സമയങ്ങളിലും അവർ ചെയ്തു വരുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങളും ഈ ഒരു കാര്യം ചെയ്യുക. പക്ഷേ റൂമിനെ കൂളാക്കിയാൽ മാത്രം ഉറക്കം വരും എന്നല്ല കേട്ടോ പറയുന്നത്. അടുത്ത ഹാബിറ്റും കൂടി എന്താണെന്ന് നമുക്ക് നോക്കണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്. അത് ശരിയല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നടുവേദന ഉണ്ടാകും, കഴുത്തുവേദന ഉണ്ടാകും, ഒരു ക്ഷീണം പോലെ തോന്നും, മേലും കൈയൊക്കെ ഒരുമാതിരി ഒരു സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത് പോലെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാനീസുകാരുടെ രണ്ടാമത്തെ ഒരു ഹാബിറ്റ് ആണ് ബെഡ് സെറ്റപ്പ്. ബെഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീസുകാർ കൂടുതലും അവിടെ യൂസ് ചെയ്യുന്നത് വല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഏകദേശം ഒരു മീഡിയം പോലെയുള്ള ഒരു ബെഡ് ഒക്കെയാണ് അവർ കൂടുതലും ഉറങ്ങാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറക്കം നന്നാവുന്നതാണ്. പക്ഷെ വലിയൊരു തെറ്റിദ്ധാരണയാണ് അത്. കാരണം വല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മുടെ സ്പൈനിന്റെ പൊസിഷൻ വല്ലാതെ ഒന്നും സ്ട്രെയിറ്റ് ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ബോഡിയിൽ ഒരു പെയിൻ പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങളുടെ ബെഡ് വല്ലാത്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മീഡിയം സോഫ്റ്റ്, വല്ലാതെ സോഫ്റ്റും ആവരുത്, വല്ലാതെ ഹാർഡും ആവരുത്, ഒരു മീഡിയത്തിലുള്ള ബെഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ല, പുതിയ ബെഡ് വാങ്ങാൻ നിങ്ങൾക്ക് കാശില്ല എന്ന് തന്നെ വിചാരിച്ചു, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് അടക്കി ഇടയ്ക്ക് വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിരി വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ബെഡ് വല്ലാത്ത സോഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബെഡിൽ കിടന്നിട്ട് നിങ്ങളുടെ ഒരു ബാക്ക് പെയിന്റെ പ്രശ്നം കൂടുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ബെഡിന്റെ കൂടെ തലയണ.
നമ്മൾ ഉപയോഗിക്കുന്ന തലയണയും നമ്മുടെ പൊസിഷൻ സ്ട്രെയിറ്റ് ആക്കുന്ന രീതിയിൽ, അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണെങ്കിൽ അതും നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നതാണ് ബെഡ് സെറ്റപ്പ്. നമ്മൾ കിടക്കുന്ന ബെഡും കൂടി നമ്മൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കൂൾ ആയിട്ടുള്ള ഒരു റൂം നമുക്ക് കിട്ടി, അതുപോലെ തന്നെ ബെഡും നമ്മൾ ശരിയാക്കി. മൂന്നാമത്തെ ഒരു ഹാബിറ്റ് ആണ് ഹോട്ട് ബാത്ത്, അതായത് ചൂടുവെള്ളത്തിലുള്ള ഒരു സുഖമായിട്ടുള്ള ഒരു കുളി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും എന്ന് പറയും. നമ്മൾ വളരെ അലേർട്ട് ആയിട്ട് മാറും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മൾ റിലാക്സിങ് മോഡിലേക്കാണ് പോകുന്നത്. ശരീരം വളരെ റിലാക്സിങ് ആയിരിക്കും, നല്ലൊരു ഉറക്കത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു അലേർട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ റിലാക്സിങ് മോഡ് ഓൺ ആയി എന്നുള്ളൊരു കാര്യം. സയൻസ് പറയുന്ന ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിലത്തെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടും. കുളിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിലത്തെ ടെമ്പറേച്ചർ ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് കുറയാണെങ്കിൽ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്കായിരിക്കും നമുക്ക് കൊണ്ടുപോവുക. കാരണം നമ്മുടെ ബോഡി റിലാക്സ് ആയിട്ട്. ഇനി രാത്രി നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് കുളിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കാല് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. കാല് ചൂടുവെള്ളത്തിൽ മുക്കി കുറച്ച് നേരം വെക്കുക. അപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒന്ന് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം കുളിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ മൂന്നാമത്തെ ഹാബിറ്റ് ആണ് ഹോട്ട് ബാത്ത്, അതായത് ചൂടുവെള്ളത്തിലുള്ള ഒരു കുളി. നമ്മുടെ ഉറക്കം ഒന്നുകൂടി സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും കൂടി നമ്മൾ ചേഞ്ച് ആക്കണം. അതാണ് നമ്മുടെ നാലാമത്തെ ഒരു പോയിന്റ്. കൂടുതലും നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് നോക്കി പറയാണ് നിങ്ങൾ വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? ആള് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ കളിയാക്കണം എന്നൊക്കെ. പക്ഷെ ഈ ഒരു കാര്യം ജപ്പാനീസിലത്തെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിമെന്റ് പോലെയാണ് എടുക്കുക. കാരണം അത് അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് അവർക്കൊരു ടയർഡ്നെസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജപ്പാനീസുകാർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്, ദിവസത്തിലെ പല ഇടവേളകളിലായിട്ട് അവർ ചെറിയൊരു മയക്കം എടുക്കും. പല സമയങ്ങളിൽ ജപ്പാനിൽ ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ലൗഡ് ആയിട്ടുള്ള സൗണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. കാരണം പല ആളുകളും ആ സമയത്ത് ഉറങ്ങായിരിക്കും ചെയ്യുക ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അവരുടെ ഉറക്കത്തിന് അവർ കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മയക്കം. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുക? നമുക്കൊരു ചെറിയൊരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ചെറിയൊരു കോഫി പോലെ അല്ലെങ്കിൽ ചായ പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നോക്കും, മൈൻഡിനെ ഒന്ന് അലേർട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നത് നമുക്ക് നമ്മുടെ രാത്രിയത്തെ ഉറക്കത്തിനാണ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രാത്രിയത്തെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കെഫീൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് വല്ലാതൊരു ക്ഷീണം തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. പറ്റുവാണെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് മയങ്ങുന്നതും യാതൊരു കുഴപ്പമുള്ള ഒരു കാര്യമല്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് തെറ്റാണെന്നാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നത് നമുക്ക് എനർജി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ജപ്പാനീസുകാർ ഈ ഒരു കാര്യത്തിൽ മാസ്റ്ററിങ് ചെയ്തിട്ടുള്ള ഒരാളുകളാണ്. അവർക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടവേളകളിൽ ചെറിയൊരു നാപ്പ് എടുക്കുന്നത് അവർക്കൊരു റിഫ്രഷ്മെന്റ് കൂട്ടുകയാണ് ചെയ്യുക. നമ്മുടെ ബ്രെയിനും ഒന്ന് റിഫ്രഷ് ആയിട്ട് മാറാനായിട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു 5-10 മിനിറ്റിനുള്ള സ്ലീപ്പ് നിങ്ങൾ ഒരു കുറച്ച് കൂടുതലായിട്ട് എടുക്കരുത്. കാരണം അത് നമ്മുടെ ഡീപ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോകും. ഒന്നും കൂടി നമ്മുടെ എനർജീനെ ലോസ് ആക്കുകയാണ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് മാത്രം നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ച് ഇരിക്കുക. അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ അടുത്തൊരു പോയിന്റ് ആണ്, നമ്മൾ എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യം, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഫോണിൽ സ്ക്രീൻ ടൈം അത് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിലൂടെ എന്താ ഉണ്ടാവുക? നമുക്ക് ഫോണിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ്, നമ്മുടെ റേഡിയേഷൻ നമ്മുടെ ബ്രെയിനിനെ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ആക്കുകയും അതുമൂലം നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ആക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുന്നേ ആയിട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ നന്നായിട്ട് ദൂരെ കൊണ്ടുവയ്ക്കുക. വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലൂടെ നമ്മുടെ ബ്രെയിനും നല്ല റിലാക്സ് ആവും. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് വല്ല ബുക്ക് വായിച്ച് കിടക്കുന്നതിലൂടെയും അങ്ങനെയും വായിച്ച് വായിച്ച് കിടന്നുറങ്ങുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കും. ഇനി അവസാനത്തെ ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന തലയണ. തലയണ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വലിയൊരു കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് കഴുത്തിന്റെ പിന്നിൽ വേദന, ഒരു സ്റ്റിഫ്നെസ് പോലെ ശരീരം മുഴുവൻ വേദന എടുക്കുന്നുണ്ട്, ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന തലയിണേനും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ തലയിണ വല്ലാതെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നല്ല കട്ടിയുള്ളതായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു മീഡിയം സൈസിലുള്ള തലയണ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലാതെ പൊക്കത്തിൽ ചിലരൊക്കെ കാണാം 2-3 തലയണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നവര്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ സ്പൈനിന്റെ സ്ട്രക്ചറേ മാറും. ആദ്യമൊക്കെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളിലേക്ക് കൂട്ടുകയാണ് ചെയ്യുക.
പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തലയണ ഏതാണ് നിങ്ങൾക്ക് സൂട്ട് ആവാന്ന് അറിയാനായിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പല തലവണകളും യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഏതിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ഉറക്കം കിട്ടുന്നതെന്ന്. അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം നമ്മൾ തലയണ ഉപയോഗിക്കുന്ന തലയണയിൽ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യമാണ് നമ്മുടെ അവസാനത്തെ ഒരു ഹാബിറ്റിൽ വരുന്നത്. ഇനി അവസാനമായിട്ടൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യമാണ് റൂമിനെ നന്നായിട്ട് കൂളാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ് നിങ്ങൾ നോക്കണം, സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എങ്ങനെയുള്ള ബെഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന്. മൂന്നാമത്തെ ഒരു കാര്യം, കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുളിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഒരു വാം ബാത്ത് എന്ന് പറയാം. ഇത് ബോഡിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നാലാമത്തെ ഒരു കാര്യം, സ്മോൾ നാപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് ചെറിയൊരു നാപ്പ് എടുക്കുക, ഒന്ന് ഉറങ്ങുക, ഒരു മയക്കം. അത് നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് സഹായിക്കും. നാലാമത്തെ ഒരു കാര്യമാണ് ഫോൺ. കിടക്കുന്നതിന് മുന്നേ ഫോൺ, അതുപോലെ ലാപ്ടോപ്പ് പോലെയുള്ള സ്ക്രീൻ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അവസാനത്തെ ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ അത് എങ്ങനെയുള്ളതാണെന്ന് കൂടി നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഉറക്കത്തിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.